DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്. എന്നാൽ ഈ അടുത്തിടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് UIDAI ചില സുപ്രധാന മാറ്റങ്ങളും അപ്ഡേറ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലായെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും തെളിയിക്കുന്ന രേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി UIDAI വീണ്ടും നീട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മൈയാധാർ പോർട്ടൽ വഴിയോ ഇത് തികച്ചും സൗജന്യമായി ചെയ്യാം. 2027 ജൂൺ 14 വരെയാണ് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. അക്ഷയ സെന്ററുകൾ അടക്കമുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 50 രൂപയായി തുടരും. myadhar.uidi.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴി രേഖകൾ പുതുക്കാം. ഇപ്പോൾ ആധാർ കാർഡിലെ വിലാസം മാറ്റുന്നതും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിനുമുള്ള അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതുമെല്ലാം മൈയാധാർ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നൽകുന്ന ബാലാധാർ കുട്ടികൾക്ക് 5 വയസ്സും പിന്നീട് 15 വയസ്സും തികയുമ്പോൾ നിർബന്ധമായും ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ കാർഡ് താൽക്കാലികമായി നിഷ്ക്രിയമാകും. ഈ നിർബന്ധിത അപ്ഡേറ്റിന് ഫീസൊന്നും നൽകേണ്ടതില്ല. അടുത്ത അറിയിപ്പ്, പുതിയ നിയമപ്രകാരം ഇനി മുതൽ കുട്ടികൾ, മുതിർന്നവർ, ട്രാൻസ്ജെൻഡറുകൾ, പ്രവാസികൾ, വിദേശികൾ എന്നിവർക്ക് പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങൾ പുതുക്കുന്നതിനും പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചുള്ള ഔദ്യോഗിക രേഖകൾ നൽകേണ്ടതുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിനായി കുടുംബാധിഷ്ഠിത സംവിധാനമാണ് സർക്കാർ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇതിനായി മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാക്കളുടെയോ സാധുവായ ആധാർ കാർഡ് സമർപ്പിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ആധാറിലെ വിലാസം കുടുംബനാഥന്റെ ആധാറിലുള്ള വിലാസത്തിന് തുല്യമായിരിക്കുമെന്നും എൻറോൾമെന്റ് നടത്തുന്ന സമയത്ത് രക്ഷിതാക്കളിൽ ഒരാൾ ബയോമെട്രിക് സ്ഥിരീകരണം നൽകേണ്ടത് നിർബന്ധമാണെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികളുടെ ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള പ്രധാന രേഖയായി ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ് സ്വീകരിക്കുക. 18 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക് പുതിയ ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനുമായി സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയിലും മാറ്റം വന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, പെൻഷൻ കാർഡ്, ബാങ്ക് രേഖകൾ, വൈദ്യുതി ബില്ലുകൾ, വെള്ളക്കരം, ഗ്യാസ് ബില്ലുകൾ, ഇൻഷുറൻസ് രേഖകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ വിലാസ രേഖകളായി ഇനി ഉപയോഗിക്കാം. അപേക്ഷകർ നൽകുന്ന ഈ രേഖകളെല്ലാം വ്യാജമല്ലെന്ന് ഉറപ്പുവരുത്താൻ അതാത് അതോറിറ്റികൾക്ക് ഓൺലൈനായി തത്സമയം പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ ഡിജിറ്റൽ സംവിധാനം ഒരുക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാർക്കും പുതിയ ചട്ടങ്ങളിൽ പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന ഔദ്യോഗിക ഐഡന്റിറ്റി കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ തിരിച്ചറിയൽ രേഖയായി വിലാസം തെളിയിക്കാനും ഉപയോഗിക്കാവുന്നതാണ്. പേരും ലിംഗമാറ്റവും ആധാറിൽ പുതുക്കാനും ഈ രേഖകൾ മതിയാകും. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, അഗതി മന്ദിരങ്ങളിലോ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലോ കഴിയുന്നവർ എന്നിവർക്കായി ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത രേഖയായി സ്വീകരിക്കാവുന്നതാണ്. സ്വന്തമായി വിലാസം തെളിയിക്കാൻ ഔദ്യോഗിക രേഖകളില്ലാത്ത സാധാരണക്കാർക്കായി ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ MP-മാർ, MLA-മാർ, തഹസിൽദാർമാർ, ഗസറ്റഡ് ഓഫീസർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിശ്ചിത മാനദണ്ഡങ്ങളോടെ അധികൃതർ അംഗീകരിക്കും. കൂടാതെ നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്കും OCI കാർഡുള്ളവർക്കും നൽകുന്ന ആധാറിന് 10 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. മറ്റ് വിദേശ പൗരന്മാരുടെ ആധാർ കാലാവധി അവരുടെ വിസയുടെയോ FRRO രജിസ്ട്രേഷന്റെയോ കാലാവധിക്ക് തുല്യമായിരിക്കും. അടുത്ത അറിയിപ്പ്, പുതിയ നിയമപ്രകാരം ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ജനന തീയതി ആധാറിൽ മാറ്റാൻ അനുവാദമുള്ളൂ. ഈ വിവരങ്ങൾ ഒരിക്കൽ തെറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്തുക എന്നത് അതീവ സങ്കീർണമായ പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് തന്റെ പേര് ജീവിതത്തിൽ 2 തവണ മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളൂ. വിവാഹശേഷമോ മറ്റ് കാരണങ്ങളാലോ പേരിൽ മാറ്റം വരുത്തുന്നവർ ഈ പരിധി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ മാറ്റുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. താമസം മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും വിലാസവും ഫോൺ നമ്പറും തിരുത്താവുന്നതാണ്. ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ തങ്ങളുടെ ആധാർ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളായ വിവിധ സ്കോളർഷിപ്പുകൾ, PM കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ്, പെൻഷനുകൾ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എന്നിവ മുടങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ പുതിയ നിബന്ധനകൾ മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ രേഖകൾ പുതുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ആധാർ കാർഡുകളിൽ കൂടുതൽ സുരക്ഷിതമായ QR കോഡുകൾ ലഭ്യമാണ്. കൂടാതെ വ്യാജ വിരലടയാളങ്ങളും തട്ടിപ്പുകളും തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സുരക്ഷാ സംവിധാനവും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.